സഭയിൽ നിന്ന് വിശ്വാസികൾ അകലുകയാണോ? സമീപകാലത്ത് സഭ പ്രതിസന്ധിയിലാകുന്ന, പ്രതിക്കൂട്ടിലാകുന്ന പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സുകളിലൂടെ ആളുകളുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ സഭാവിശ്വാസികളായ ധാരാളം ആളുകളുടെ നെഗറ്റീവുമായ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കാണാറുണ്ട്. സഭയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഠനിക്കാൻ വേണ്ടി പോയപ്പോൾ അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ സങ്കടങ്ങൾ, സഭയുടെ സ്ഥാപനങ്ങളിൽ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നേരിടുന്ന തിക്താനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന ധാരാളം കുറിപ്പുകൾ നമ്മൾ കാണാറുണ്ട്. സഭ പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിൽ പോലും സഭയ്ക്കൊപ്പം നിൽക്കുവാൻ മടിയുള്ള, അതിന് ധൈര്യമില്ലാത്ത, അതിന് സാധിക്കാത്ത വിധം അകൽച്ചയിലാകുന്നുണ്ടോ ഒരു ചെറിയ വിഭാഗം സഭാവിശ്വാസികളെങ്കിലും സഭയിൽ നിന്ന്? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്ത്, പരിഹാരം എന്ത്? ഈ വിഷയമാണ് ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ആന്റണി സച്ചിൻ, ഒപ്പം ശ്രീ ജോജി കോലഞ്ചേരി. രണ്ടുപേർക്കും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചർച്ചയിലേക്ക്, ഫയർ റൂമിലേക്ക് സ്വാഗതം. സച്ചിനിലേക്കാണ് ഞാൻ തുടങ്ങുന്നത്. സച്ചിൻ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ഉദാഹരണം ഞാൻ ഏറ്റവും ഓർക്കുന്നത് അമൽജ്യോതി കോളേജ് എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ സംഘടിതം, അമൽജ്യോതിയിലെ പോലെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന സംഘടിതമായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ, ഒരു പൊതുസമൂഹം അതിൽ പ്രതികരിക്കാറുണ്ട്. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് അവരുടെ സന്ദേഹങ്ങൾ പറയുന്നു. പകുതിയും നമുക്കറിയാം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അതൊരു പക്ഷേ അവർക്ക് അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ വിഷമമാണ്, അല്ലെങ്കിൽ ഡൊണേഷൻ വാങ്ങിച്ചതിൻ്റെ വിഷമമാണ്. ഇപ്പോൾ കാനഡയിലേക്ക് ആളുകൾ പോകുന്നതിൻ്റെ സന്ദേഹത്തിൽ ഒരു കത്തോലിക്ക സഭയുടെ മെത്രാൻ അഭിപ്രായപ്പെട്ടാൽ അതിന് താഴെ ഉറപ്പായിട്ടും സഭയുടെ സ്ഥാപനങ്ങളിൽ 25 ലക്ഷം രൂപ ചോദിച്ചു, 30 ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെയുള്ള കമൻറ്റുകൾ. വസ്തുത എന്താണെന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ ഇങ്ങനെ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സഭയ്ക്ക്, ഒരു സ്ഥാപനത്തിനെതിരെ ആക്രമണം ഉണ്ടായാൽ പോലും പറയും ഇത്ര രൂപ അവിടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ നമ്മളൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന ചെലവിനെക്കുറിച്ചൊന്നും ആളുകൾ ചർച്ച ചെയ്യണമെന്നില്ല. അതിൻ്റെ യുക്തിയോ അതിൻ്റെ സത്യമോ ഒന്നും നമ്മുടെ പ്രശ്നമല്ല. പക്ഷെ ഇത്തരം കമൻറ്റുകൾ വരുന്നു. അതൊരു വളരെ ചെറിയ കമൻറ്റുകളെ ഉള്ളൂ എങ്കിലും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിലെന്തെങ്കിലും ഒരു വസ്തുതയുണ്ട് എന്നും വിലയിരുത്തേണ്ടതുമല്ലേ? എന്താണ് അതിൻ്റെ അഭിപ്രായം? ഒന്ന്, കത്തോലിക്ക സഭ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് നമ്മളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത എങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് പലപ്പോഴും എയ്ഡഡ് കോളേജോ എയ്ഡഡ് സ്കൂളോ ഒക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും സർക്കാരാണ് ഈ ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. സർക്കാർ ശമ്പളം കൊടുക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും ഫീസ് വാങ്ങുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചിലപ്പോൾ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഡൊണേഷനോ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങുന്നു എന്നുള്ള പരാതി എപ്പോഴും കേൾക്കാറുണ്ട്. നമുക്കറിയാം, ഒരു സ്കൂളായാലും കോളേജായാലും ഇതൊരു ഫാക്ടറി പോലത്തെ ഒരു സെറ്റപ്പാണ് ശരിക്കും. കാരണം ആയിരക്കണക്കിന് പിള്ളേരെയാണ് പഠിപ്പിച്ചിറക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് അറിയാം, നമ്മളൊരു ചെറിയൊരു സ്ഥാപനം നടത്തിയാൽ പോലും, ഒരു ട്യൂഷൻ സെന്റർ നടത്തിയാൽ പോലും നമുക്ക് എന്തോരം ഫെസിലിറ്റീസ് വേണം മിനിമം, അല്ലേ? കുട്ടികൾ വരാനും പോകാനും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സ്കൂളോ കോളേജോ ഒക്കെ നടത്തുമ്പോഴത്തേക്കും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് നടത്തിയത് എന്ന് ആരും ചിന്തിക്കാറില്ല. അതായത് ഇന്നൊരു കോളേജ് അത് നിലനിൽക്കുമ്പോഴത്തേക്കും അതൊരു പക്ഷേ 70-100 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് എത്രയോ നാളുകളായിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇതിലിപ്പോ എന്താ പുതുമയിരിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതേപോലെ വരണം ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര കോടികള്, മാത്രമല്ല ഇനി 100 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം തുടങ്ങാൻ. അതെ, ഇപ്പോഴത്തെ റിക്വയർമെന്റ് അല്ല, ഒരു 100 വർഷത്തിന് ശേഷമുള്ള റിക്വയർമെന്റ് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ സ്ഥാപനം തുടങ്ങാൻ. അതെ. അപ്പൊ എത്ര ഏക്കർ സ്ഥലം വേണം, എത്രത്തോളം ബിൽഡിംഗ്, അതിന്റെ ഫെസിലിറ്റീസ് ഒരുക്കാനായിട്ട് എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഞാൻ ചുമ്മാ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നു, ഒരു 200 കോടി പോട്ടെ, ഒരു 100 കോടി ഒരു കോളേജ് സ്ഥാപിക്കാനായിട്ട് അതിന്റെ സ്ഥലത്തിന്റെ വിലയടക്കം ഒരു 100 കോടി വില വരുന്നു എങ്കിൽ ആ വിലയിലെ ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞു
ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആയിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്ക് ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിനെ കോളേജ് അങ്ങോട്ട് തുടങ്ങിയാൽ പോരെ? ഗവൺമെന്റ് ഏതായാലും ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, ഗവൺമെന്റ് സ്ഥലം എടുത്തിട്ട് ഗവൺമെന്റിന് അങ്ങനെ കോളേജ് തുടങ്ങാമല്ലോ. അതായത് ഇപ്പോൾ നമ്മുടെ പല സെന്ററുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പല സിറ്റിയുടെ നടുവിലോ അല്ലെങ്കിൽ ആയിട്ടുള്ള കോളേജസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഒരു സെന്ററിൽ കുറച്ച് ഏക്കറുകൾ അങ്ങാണ്ട് ഗവൺമെന്റിന് വാങ്ങിയിട്ട് നല്ലൊരു ബിൽഡിംഗ് കെട്ടി അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളൊരു ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഗവൺമെന്റിന് ഇതേ ഇൻവെസ്റ്റ്മെന്റ് വരും, 100-200 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നേക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഗവൺമെന്റ് ആ ഇനീഷ്യൽ ആ ക്യാപിറ്റൽ എമൗണ്ട് ഗവൺമെന്റ് മുടക്കിയിട്ടില്ല. പകരം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് ഗവൺമെന്റിന്റെ പൗരൻ, ആ സ്റ്റേറ്റിന്റെ പൗരർക്ക് ഓരോരുത്തർക്കും വിദ്യാഭ്യാസം കൊടുക്കാവുന്നതാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. അതിനാണ് ആ ശമ്പളം എന്നുള്ള നിലയിലെങ്കിലും ഗവൺമെന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം 100-200 കോടി കൊടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ 100ഓളം സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ പോയി കഴിയുമ്പോൾ എത്ര കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്? അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ ഗവൺമെന്റ് ഒന്നും അത്രത്തോളം ഗവൺമെന്റ് ഉത്തരവാദിത്തം മാത്രമാണ്, ഔദാര്യമൊന്നുമല്ല. ഗവൺമെന്റ് പ്രഥമ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ് പൗരന്മാർക്ക്. വളരെ ക്ലിയർ ആണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇതിന്റെ ചെലവുകൾ ഒരു വശമാണ്, അതിന്റെ നിയമങ്ങൾ, അതിന്റെ സംവിധാനങ്ങൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന് സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് ധാരാളം എഫേർട്ടുകൾ എടുത്ത ആളുകൾ പലപ്പോഴും ഈ സന്ദേഹങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സാങ്കേതികത്വം അവിടെ പറയുമ്പോഴും അതിൻ്റെ ഒരു മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് അത്തരം ഇടപെടലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേ? അങ്ങനെ സാധിക്കേണ്ടതുണ്ടോ? നിലവിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 200% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ചെയ്യുന്നുണ്ട്. അത് മൈക്ക് അനൗൺസ് ചെയ്ത് നമ്മൾ പറയുന്നില്ല, ധാരാളം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സന്ദേഹങ്ങൾ വരുമ്പോഴതിന് അങ്ങനെ സന്ദേഹങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുക? ഇപ്പോൾ ഈ പറഞ്ഞത് ഇപ്പം സച്ചിൻ പറഞ്ഞതുപോലെ ഈ ചെലവുകൾ, അതായത് ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ ആ ഒരു ചെലവും കാര്യങ്ങളും പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ശമ്പളം മാത്രമേ ടീച്ചേഴ്സിന്റെ ശമ്പളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി അതിന്റെ മെയിൻ്റനൻസ്, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ എല്ലാ ചെലവുകൾ മാനേജ്മെന്റ്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ അവരാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫീസ് അല്ലെങ്കിൽ പുതിയ ഒരാളെ ഇതെടുക്കുമ്പോൾ ഇപ്പം ഞാനൊരു അച്ഛനുമായിട്ട് സ്കൂളിൻ്റെ ഒരു ഡയറക്ടറായിട്ട് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇടവകയിലെ പിരിവിൽ നിന്ന് അല്ലെങ്കിൽ നേർച്ചപ്പണത്തിൽ നിന്ന് എടുത്താണ് സ്കൂളിലെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യം അല്ലെങ്കിൽ അവിടെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഫീസ് മേടിക്കുന്നു എന്നുള്ളത് ന്യായമായ ഫീസൊക്കെ ചില മേടിക്കുള്ളൂ. പിന്നെ ചില സ്ഥലത്തൊക്കെ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലൊക്കെ ഉണ്ടാവാം, അത് യാദൃശ്ചികമായിട്ടുണ്ടാവാം. പക്ഷെ ഈ ഫീസ് മേടിക്കാതെ നമുക്കിതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ക്രൗഡ് ഫണ്ടിങ് വഴിയോ അങ്ങനെ വല്ലോ, അതായത് ഇവരിൽ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് മുൻതൂക്കം കൊടുക്കേണ്ടത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം ഇങ്ങനെ ഒരു പഴി ഒരു ഭാഗത്തുനിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെയും കൂടി പരിഗണിക്കണം. നിതിൻ പറഞ്ഞ പോലെ സഭ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അനൗൺസ് ചെയ്തുകൊണ്ടല്ല ചെയ്യുന്നെങ്കിലും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ സമുദായത്തെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ സമുദായത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി ഇങ്ങനെയുള്ള ചില നടപടികൾ നമ്മൾ കൈക്കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ വിദേശത്തു നിന്നുള്ള ആളുകളിൽ നിന്നൊക്കെ സംഭരിച്ചു അതിന് എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അതിന്റെ നിലനിൽപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. യെസ്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാകുമ്പോഴും അതൊരു വിശ്വാസികളുടെ ഒരു വലിയ പണം അതിനകത്തുണ്ട് അല്ലേ? നേർച്ചയിൽ നിന്ന്, സംഭാവനകളിൽ നിന്ന്, നമ്മുടെ ഓരോ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ നിന്നൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും സൗജന്യമായി അവർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആശുപത്രിയാണെങ്കിൽ ആതുര ശുശ്രൂഷ സേവനങ്ങൾ കൊടുക്കുകയൊക്കെ പ്രായോഗികമല്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ ഇടവക കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ, ഇപ്പോൾ രൂപതയ്ക്ക് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഇപ്പോൾ രൂപതയ്ക്ക് പൂർണ്ണമായിട്ടും ഈ സംവിധാനങ്ങളെ കൃത്യമായി ഇടപെടാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഒരു ക്രൗഡ് ഫണ്ടഡ്, ഇദ്ദേഹം പറഞ്ഞതുപോലെ വിദേശത്തൊക്കെ ആളുകളുടെ സാന്നിധ്യമൊക്കെ ഉള്ള സ്ഥിതിക്ക് അങ്ങനെയുള്ള ഒരു ഫണ്ട് ക്രമീകരിക്കാൻ രൂപതയുടെ നേതൃത്വത്തിൽ മറ്റ് സംഘടനകൾ രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ ഒരു സഞ്ചിതമായിട്ടുള്ള ഒരു നിധി നമുക്കുണ്ടാക്കി അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അത് പ്രായോഗികമാണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം പ്രായോഗികമാണ്?
നമുക്ക് നിലവില് എനിക്ക് ഫുൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണോ എന്നുള്ളതൊക്കെ ഒരു ഡിബേറ്റ് വിഷയമാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ പാവപ്പെട്ടവരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ അതിനെ കാണുന്ന ഇങ്ങനെയാണ്, ക്രൈസ്തവർ മാത്രമല്ല, അത് മറ്റ് സമുദായങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാരിലും പാവപ്പെട്ട പിള്ളേരുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേകമായിട്ട് അവർക്കൊരു പരിഗണന കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം, ഞാൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന അതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളിൽ നിന്നും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയൊക്കെ നമുക്ക് പണം സംഭരിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ നിശ്ചിത ഒരു എണ്ണം വിദ്യാർത്ഥികളെ നമുക്ക് അങ്ങനെ എല്ലാ കൊല്ലവും പഠിപ്പിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിന്റെ അർത്ഥം ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്, അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും കിട്ടണം എന്നുള്ള ഒരു ഇതും, അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് അമിതമായ ലാഭം കിട്ടുന്നത് കൊണ്ടാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ആൾക്കാര് പലപ്പോഴും നമ്മൾ നടത്തുമ്പോൾ സ്ഥാപനങ്ങളെയൊക്കെ പൊതുവെ ഒരു ചാരിറ്റി എന്നുള്ള നിലയിലാണ് കാണാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഒരു സേവനം, അതിനുള്ള ഒരു പണമാണ്, ആ സേവനത്തിനുള്ള ഒരു പണമായിട്ടാണ് ആൾക്കാർ ഫീസായിട്ട് തരുന്നത്. അപ്പോൾ ഇതൊരു ബിസിനസ് തന്നെയാണ്. കാരണം അതിൻ്റെ അകത്തൊരു പണമിടപാട് നടക്കുന്നത്, ഒന്നും ഫ്രീ അല്ല. ഇനി ഫ്രീ എന്ന് പറയുന്ന ആശയം തന്നെ ഒരു തെറ്റായ ആശയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ലോകത്തൊന്നും ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. കാരണം നമ്മൾ ഒരു നോട്ട് പുസ്തകം ഒരാൾക്ക്, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് ഫ്രീ എന്നും പറഞ്ഞു കൊടുത്താൽ തന്നെയും അതിന്റെ ആ നോട്ട് ബുക്കിന്റെ പണം വേറെ ആരെങ്കിലും വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രീ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ലോകത്തില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഇനി ഈ ബിസിനസ് എന്ന് പറയുന്ന വാക്കിനെയാണ് ആൾക്കാർക്ക് ഭയങ്കര ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു ഇതാണ്. അതാണ് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോഴത്തേക്കും അതില് ഈ ഡൊണേഷൻ ഈടാക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്കെല്ലാം ഭയങ്കര ഒരു വിഷമം അങ്ങനെ കാണാറുണ്ട്. പക്ഷെ ഞാൻ അതാ പറയുന്നത്, നമ്മള് ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ 100-200 കോടി രൂപ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്റെ സ്ഥലത്തിനും എല്ലാത്തിനും കൂടിയായിട്ട് ചെലവാകുകയാണെങ്കിൽ ഒരു ആലോചിക്കുക, ഈ തുക ഇപ്പൊ നമുക്ക് 100 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ അത് പലിശക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു 10% പലിശയാണെങ്കിൽ ഒരു വർഷം 10 കോടി രൂപ കിട്ടും. അപ്പൊ ഒരു വർഷം 10 കോടി ലാഭം കിട്ടുന്ന, മിനിമം ലാഭം കിട്ടുന്ന മറ്റ് ബിസിനസ് നമുക്ക് അറിയാൻ പാടില്ല അല്ലേ? അതുപോലെ ലാഭമായിരുന്നുവെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാമായിരുന്നു. നല്ലൊരു സ്ഥലമല്ലേ, നമുക്ക് പണിയാമായിരുന്നു. അപ്പൊ ലാഭമായിരുന്നെങ്കിൽ എത്രയോ നല്ല, അതായത് ഇതിന്റെ 10 മടങ്ങ് ലാഭം ലഭിക്കുന്ന എത്രയോ നല്ല ബിസിനസ് നമുക്ക് അറിയാൻ പാടില്ലായിട്ടാണോ? തീർച്ചയായും. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ഏറ്റവും, അതായത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആളുകളെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട്, നമുക്കറിയാം ഗൾഫിലും വിദേശത്തേക്കൊക്കെ പോയിട്ട് ആളുകൾ ജോലി നേടാൻ പറ്റിയതും എന്തുകൊണ്ട് മറ്റിപ്പോ ബീഹാറോ ആസാമിലോ UP-യിലോ ഉള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഗൾഫിൽ ജോലി കിട്ടുന്നില്ല ഇത്രത്തോളം? അതായത് ഉയർന്ന തൊഴിൽ, അതായത് പാശ്ചാത്യ ലോകത്ത് എന്തുകൊണ്ട് ഇത്രയും ഉയർന്ന വേതനം പറ്റുന്ന തൊഴിൽ അവർ കിട്ടുന്നില്ല? പഠിച്ചതിന്റെ അതായത് നമ്മൾ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കേരള സമൂഹത്തെ നവീകരിച്ചത് കൊണ്ടും ഇവിടെ ഒരു നവോത്ഥാനം സൃഷ്ടിച്ചത് കൊണ്ടും മാത്രമാണ് ഇത്രയേറെ ആളുകൾക്ക് വിദേശത്ത് ഈവൻ വൈറ്റ് കോളർ ജോബിൽ നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്. മാത്രമല്ല ആരോഗ്യ മേഖല, ഇപ്പൊ കേരളം ആരോഗ്യത്തിൽ നമ്പർ 1 എന്നൊക്കെ നമ്മൾ സർക്കാർ പരസ്യങ്ങൾ കാണാറുണ്ട്. പക്ഷെ ആരാണ് കേരളത്തെ നമ്പർ 1 ആക്കിയത്? കേരളത്തിലെ ആരോഗ്യ മേഖല ഈ നിലയിൽ ബിൽഡ് ചെയ്തത് ആരാണെന്നൊക്കെ ഒരു ചോദ്യമുണ്ട് അല്ലെ? ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലേക്ക് തന്നെ അതിന്റെ പ്രധാന മിനിസ്റ്റർമാരുടെയും സഭയുടെ ശുശ്രൂഷയുമായി ചെയ്തിരിക്കുന്ന സിസ്റ്റേഴ്സിന്റെയും വൈദികരുടെയും ഒക്കെ വലിയൊരു സംഭാവന അല്ലെ, എടുത്തു പറയുന്ന സംഭാവനയാണ്. അപ്പം ഇതിന്റെ ഒരു സമ്മറിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചെലവ് നമുക്ക് ഒരിക്കലും മറന്നു നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അർഹരായ ആളുകളുടെ നിലവിളികൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനൊരു പ്രായോഗിക പരിഹാരം വേണ്ടേ? ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ പ്രോ ലൈഫ് പ്രസ്ഥാനങ്ങൾ, നമ്മൾ ജീവന്റെ വിലയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രായോഗികമായി നോക്കുമ്പോൾ ഒരു ജീവനെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വളർത്തിയെടുക്കാനുള്ള അല്ലെ ഭാരിച്ചമായുള്ള ചെലവ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അവിടെയാണ് പാലാപിതാവ് വളരെ സുന്ദരമായിട്ടുള്ള ആശയം ഇവിടെ പറയുകയും ആ ആശയം പോലും ആളുകളെ വിവാദത്തിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ സഭയ്ക്ക് സ്വന്തം ആളുകളെ സഹായിക്കാൻ, അപ്പൊ സഭ ചെയ്താൽ ശ്രമിച്ചാൽ
സഭ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഇവിടെ വിവാദങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു വശമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യണം. പൊതുസമൂഹം എങ്ങനെയാണ് ഒരു നല്ല കാര്യം ഒരു സഭയുടെ മക്കൾക്ക് ചെയ്യുമ്പോൾ പോലും അത് വിവാദമാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അർഹരായ ആളുകളുടെ നിലവിളികൾ കേൾക്കാൻ വേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇടവക തലത്തിലെങ്കിലും ഒരു പരിഗണന നമുക്ക് കൊടുക്കണ്ടേ? അങ്ങനെ ഒരു അലിവ്, ഒരു എമ്പതി നമ്മുടെ സംവിധാനങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ പോകുന്നില്ലേ? ഒരു അധികാര കേന്ദ്രത്തിൻ്റെ ഉള്ളിലെത്തുമ്പോൾ, ഒരു സ്ഥാപനത്തിന് അധികാരിയായി മാറുമ്പോൾ, ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് ഇടപെടുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് തലക്കനം നമ്മുടെ സംവിധാനങ്ങൾക്ക് വരുന്നുണ്ടോ എന്നതാണ് പൊതുവെ ആളുകൾ പറയുന്നത്. അതിൽ കുറച്ച് വസ്തുതയില്ലേ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറെ കൂടി എളിമപ്പെടാനും വിനയത്തോടെ ആകാനും നമ്മളെ ചേർത്ത് പിടിച്ച സഭാ മക്കളോട് സഭയൊന്ന് ചേർന്ന് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരാശ്വാസമാകാൻ ഇടപെടലുകൾ നമുക്ക് ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ അല്പം കൂടി മുന്നോട്ട് നമ്മൾ പോകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇനിയുള്ള കാലത്ത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ സമുദായത്തിന് നിലനിൽപ്പിനും ഇതിനൊക്കെ വേണ്ടി നമ്മൾ സഭാ അധികാരികൾ തന്നെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവരെ നോക്കിയാൽ മാത്രമേ മുന്നോട്ട് നിലനിൽപ്പുള്ളൂ. കാരണം ഈ ജനങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ, സഭാ മക്കളുണ്ടെങ്കിലേ ഉള്ളൂ സഭാ നേതൃത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സുതാര്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്, അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രോലൈഫിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പം ഞാനാണ് ശരി, നിങ്ങളാണ് ശരി, സഭ ചെയ്യട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാതെ നമ്മളെ കൊണ്ടാവുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ നോക്കുക. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അത് പറയാൻ കാരണം ഞാനൊരു പാലാപിതാവിന്റെ ആ ഒരു വലിയ കുടുംബങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഇടവകയിൽ ഞാൻ പറഞ്ഞു 4ാമത്തെ കുട്ടിയുടെ മുതൽ ജനനത്തോടനുബന്ധിച്ച് ഒരു തുക കൊടുക്കാമെന്ന്. അപ്പൊ അങ്ങനെ ആഹ്വാനം ചെയ്തപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് കൊടുത്തപ്പോൾ ആദ്യ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും അറിയാത്ത ആളുകൾ വരെ കോൺടാക്ട് ചെയ്യുകയും നമുക്കിത് ഒരു ഇടവക മാത്രമായിട്ട് നിർത്തിയാൽ പോരാ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നേ വരെ സഭാ റീത്ത് വ്യത്യാസമില്ലാതെ 85ഓളം കുടുംബങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റി. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളൊരു സ്റ്റെപ്പ് വെക്കുക. നമ്മൾ അവര് ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. അപ്പൊ നമ്മളായിട്ട് സ്റ്റെപ്പ് വെക്കുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും, നമുക്ക് വേണ്ടവരെ ദൈവം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് പ്രൊലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം. എനിക്ക് തോന്നുന്നത് ഗംഭീരമായ ഒരു ചിന്തയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാത്തിനും നമ്മൾ സഭയുടെ ആ ഒരു ഇടപെടൽ ആഗ്രഹിക്കണം. നമ്മൾ എന്തിനും ഗവൺമെന്റിനെ കുറ്റം പറയുന്നത് പോലെ എന്ത് പ്രശ്നങ്ങൾക്ക് നമുക്ക് സഭയിലേക്ക് നമ്മൾ നോക്കുന്നു. തീർച്ചയായിട്ടും സഭയിലേക്ക് നമ്മൾ നോക്കണം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്യാതെ ഇത്തരം സുമനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങളിൽ അർഹരായ, അതിന് കൃത്യമായ ഒരു മാനദണ്ഡം വേണം. പ്രത്യേകിച്ച് സഭയുടെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷ മേഖലകളിൽ KCYM ആയിക്കോട്ടെ, അൽത്താര ബാലസഖ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിഷൻ ലീഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ സംവിധാനങ്ങളിലൊക്കെയുള്ള യുവജന സംഘടനകളിൽ ഇവിടെയൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരിഗണന കൊടുക്കണം. അതൊരു സാമ്പത്തിക പരിഗണന വളരെ കൃത്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ചില പരിഗണനകൾ അവിടെ നമ്മൾ ഒരു പണത്തിൻ്റെ ഒരു മണിക്കിലുക്കത്തിലേക്ക് നമ്മൾ വീഴാതെ കുറച്ചുകൂടെയൊക്കെ വിശാലമായ ഒരു മനസ്സോടുകൂടി നമ്മൾ കാണുകയും എന്നൊരു ശ്രമം നമുക്ക് നടത്താൻ പറ്റുമായിരിക്കും സഭയ്ക്ക്, അല്ലേ? അതിനപ്പുറത്തേക്ക് വ്യക്തികൾക്ക് ഇത്തരം ചില മാതൃകകൾ എങ്ങനെയാണ് കാണുക? ഇത്തരം മാതൃകകൾ എനിക്ക് തോന്നുന്നു എല്ലാ ഇടവകയിലും ഒരു 10ഓ 15ഓ പേരെ നമുക്ക് ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ ഇടവക സാധിച്ച, മറ്റൊന്നിനും ആ പണം ഉപയോഗിക്കരുത്. പള്ളി പണിയാനോ പെരുന്നാൾ നടത്താനോ നമ്മുടെ പ്രദക്ഷിണം നടത്താനോ അല്ലെങ്കിൽ നമ്മൾ ഊട്ടുനേർച്ച നടത്താനോ ഒന്നുമല്ല. നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ആത്മീയതയ്ക്കപ്പുറത്ത് നമ്മൾ നേരിടുന്ന ചില പച്ച യാഥാർത്ഥ്യങ്ങളുണ്ട്, വിശപ്പിന്റെ വിളികളുണ്ട്, അതിൽ അർഹിച്ച അഡ്മിഷൻ കിട്ടാത്തതിന്റെ വേദനകളുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ പരിഗണിക്കാൻ, സഭയെ മൊത്തത്തിൽ ഉണർത്താൻ, അറ്റ്ലീസ്റ്റ് ആ ഇടവകയെങ്കിലും ഉണർത്താൻ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംവിധാനം എല്ലാ ഇടവകയ്ക്കും, ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ചില മനസ്സുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് സാധ്യമല്ലേ? അത്തരമൊരു ഇടപെടൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി പ്രായോഗികമല്ലേ? സഭ ചെയ്യാൻ നോക്കി നിൽക്കുന്നതിനപ്പുറത്ത്, സഭ ചെയ്യുന്നില്ലെന്നല്ല, ചെയ്യുന്നുണ്ട്, അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടി വരും. പക്ഷെ അതിനപ്പുറത്ത് ചില ഇടപെടൽ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ? അതെ, അതിന് നമുക്ക് സഭാ അധികാരികൾ കൂടുതൽ അതിനുവേണ്ടി കോർഡിനേറ്റ് ചെയ്യണം. അതിനൊരു വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സംവിധാനം ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ്. കാരണം ഞാൻ എന്റെ ഇടവകയിൽ അച്ഛനാദ്യം ലെറ്റർ കൊടുത്തിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ സഭാധികാരികളോട് ചോദിച്ചിട്ട് ഇതിന് അനുവാദം മേടിച്ചോളാം. ആ പ്രൊസീജിയർ വളരെ പ്രധാനപ്പെട്ട. അല്ലെങ്കിൽ ഇതും ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആയിട്ട് മാറും. അത് നല്ലതല്ല, അല്ലേ സച്ചിൻ? അവസാനിപ്പിക്കാം. ഏറ്റവും അവസാനം ഇങ്ങനെ എന്താണോ, നമ്മുടെ ഇടയിൽ ഒത്തിരി സമ്പന്നരായ ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും നന്മ ഉളവാകുന്ന, സമൂഹത്തിന് നന്മ ഉളവാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
പക്ഷെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സമയം കുറവായിരിക്കും. സമയം കുറവായിരിക്കും. അപ്പൊ അവർക്ക് തരാൻ പറ്റുന്ന പറഞ്ഞാൽ നല്ല പ്രൊജക്ടുകൾ സഭയുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അവർ നോക്കുമ്പോഴത്തേക്കും നല്ല പ്രൊജക്ടുകൾ ഒന്നും കാണുന്നില്ല ഇവിടെ. നല്ല സഭയുടെ നേതൃത്വത്തിൽ സഭാ അധികാരികൾ വന്നാൽ അതിന് കൂടുതൽ വിശ്വാസ്യത വരും. ഇപ്പൊ ഒരാൾ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ചിലപ്പം അത് ഏത് നിലയിൽ വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കപ്പെടാം. നല്ലൊരു പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നല്ല പ്രൊജക്ടുകൾ ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ ഇടയിൽ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട ആളുകളെ അതിൽ കൂടുതൽ ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ ഒത്തിരി നമുക്ക് സഹായിക്കാൻ പറ്റും. അത് മാത്രമല്ല രോഗികളായിട്ടുള്ള വിദ്യാഭ്യാസം, ഏതൊക്കെ മേഖലയായിരിക്കും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം? വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പ്രോ-ലൈഫ് തീർച്ചയായിട്ടും അതിന്റെ ഭാഗം തന്നെയാണ് ആരോഗ്യ മേഖല. ഒപ്പം തന്നെ നമുക്ക് ചില പരിഗണനകളാണ് ആഗ്രഹിക്കുക. നമ്മൾ അർഹിക്കുന്ന അഡ്മിഷൻ, ഇടവകയിൽ ഒരാൾക്ക് കിട്ടാതെ വരുമ്പോഴുള്ള വിഷമങ്ങൾ, ഈ വിഷമങ്ങൾ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടും. സഭ ചെയ്യുന്ന നന്മകളെ കുറിച്ച് നിങ്ങൾ എത്ര പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു വേദിയിൽ? ഈ ഫേസ്ബുക്ക് കമന്റിൽ എൻ്റെ മകൾക്ക് സഭയുടെ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടിയത് ആരും പറയില്ല. നന്മകൾ കിട്ടുന്നവർ രഹസ്യമാക്കുകയും കിട്ടാത്തവർ പരസ്യമാക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരുന്നാലും ഇത്തരം പരിഗണന എന്നത് ഈ സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആ ഒരു പരിഗണനയ്ക്കപ്പുറത്ത് സാമ്പത്തികമായി, യാഥാർത്ഥ്യങ്ങളൊക്കെ സമ്പത്തിലാണല്ലേ, സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് സിസ്റ്റം റൺ ചെയ്യുകയുള്ളൂ, കാര്യങ്ങൾ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായും അത്തരം പരിഗണനകൾ നമുക്ക് ഉണ്ടാക്കാം അല്ലെ? അത്തരം പരിഗണന ഉണ്ടാകാം. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളെ ഞാൻ പറയുന്നത് നമുക്ക് അവരൊരു ഗതികെട്ട അവസ്ഥയിലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകും. തീർച്ചയായും നമുക്കൊരു ധാർഷ്ട്യത്തിന്റെ ശബ്ദം പലപ്പോഴും വരാറുണ്ട്. ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പലരും മടിക്കാതിരിക്കുന്നത്. ഈ പ്രൊസീജിയറിലൂടെ കടന്നുപോയി ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ആപ്ലിക്കേഷൻ വെക്കണം, അത് വേണമായിരിക്കാം. പക്ഷെ അവന്റെ ഉള്ളിൽ അവന്റെ ഒരു മൈൻഡ് എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടാണോ, അല്ലെങ്കിൽ അത്തരം പ്രൊസീജിയറുകളിൽ ഞങ്ങളുടെ ഈ പദ്ധതിയിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സജിൻ പറഞ്ഞ പോലെ അവർക്കൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് തോന്നാത്തില്ല. അതായത് സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കണം, ഞങ്ങൾ സമ്മാനം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. സമ്മാനം സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാർക്ക് മടി ഉണ്ടാവത്തില്ല. പക്ഷെ സാമ്പത്തിക സഹായം എന്ന് പറയുമ്പോൾ ആൾക്കാർ പിൻവലിയാൻ സാധ്യത. നാലാമത്തെ കുട്ടിയുടെ ജനനത്തോടനുബന്ധിച്ച് നിങ്ങൾക്കൊരു സമ്മാനം, നിങ്ങൾ നാലാമത്തെ കുട്ടീനെ സ്വീകരിച്ചു, അത് ഞങ്ങളൊരു സമ്മാനം തരുന്നു, അങ്ങനെയാണ് കൊടുക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. തീർച്ചയായിട്ടും നമ്മുടെ സഭയുടെ സംവിധാനങ്ങൾ ധാരാളം കോടിക്കണക്കിന് സഹായങ്ങൾ സമൂഹത്തിന്റെ എല്ലാ മതസ്ഥർക്കും ജാതിയോ മതമോ നിറമോ വർണ്ണങ്ങളോ ഒന്നും നോക്കാതെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇടവകകളിൽ സഭയുടെ മക്കൾ പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കൃത്യമായി ഡയറക്റ്റായി ഇടപെടാനുള്ള അവസരങ്ങൾ സഭ കൂടുതൽ ഉപയോഗിക്കണം. അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം, അവരുടെ സാമൂഹിക സുരക്ഷിതത്വം ഒക്കെ സഭ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇനി സഭയുടെ ഈ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ വ്യക്തികൾക്ക്, ഇവിടെ ജോജി പറഞ്ഞതുപോലെ വ്യക്തികളുടെ വലിയ പ്രസ്ഥാനങ്ങൾ, അതിന് സഭയുടെ ഒരു പിന്തുണ, സഭാ അധികാരികളുടെ ഒരു പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഒത്തിരി ആളുകളുടെ കഷ്ടതകളിൽ, വിഷമങ്ങളിൽ അത് താങ്ങാകും. ഒത്തിരി പേരുടെ മനസ്സിൽ പുഞ്ചിരി നമുക്ക് വിരിയിക്കാൻ സാധിക്കും. ആ സാധ്യത സ്വപ്നം കണ്ടുകൊണ്ട് ആ സാധ്യതകളിലേക്ക് എല്ലാ ആളുകളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.